ജോഷി വീണ്ടും ചതിച്ച ആശാനെ. കോട്ടയം കുഞ്ഞച്ചനിലെ മമ്മൂട്ടിയുടെ ഈ അവിസ്മരണീയ ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്നതാണ് മൈ ഫ്രണ്ട് ഡോണൾഡ് ട്രംപ് മോദിക്കും രാജ്യത്തിനും കൊടുത്തിരിക്കുന്ന പണി. അർമാദിപ്പിൻ, ആഹ്ലാദിപ്പിൻ, വിജയത്തിൽ ആർത്തലച്ച് ആഘോഷിച്ച അന്ധഭക്തരെ. അമേരിക്കൻ പ്രസിഡന്റായി ജനുവരി 20-നാണ് നമ്മുടെ മൈ ഫ്രണ്ട് ഡോണൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്. അതിന് കൃത്യം 50 ദിവസം മുൻപ്, അതായത് നവംബർ 30-ാം ട്രംപ് ചെയ്ത ഈ ട്വീറ്റ് കണ്ടോ? ബ്രിക്സ് രാജ്യങ്ങൾ പരസ്പരമുള്ള ട്രേഡിന് ഡോളർ ഉപയോഗിക്കാതെ സ്വന്തം കറൻസി ഉപയോഗിക്കാം എന്നുള്ള ആഗ്രഹം തങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നടപ്പിലാക്കാം എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല. ബ്രിക്സ് രാജ്യങ്ങൾ പുതിയ കറൻസി സൃഷ്ടിക്കുകയോ ശക്തമായ ഡോളറിന് പകരം മറ്റേതെങ്കിലും കറൻസി ഉപയോഗിക്കുകയോ ഇല്ലെന്ന് വാക്ക് നൽകിയില്ലെങ്കിൽ 100% താരിഫ് ഫേസ് ചെയ്യാനും അമേരിക്കയ്ക്ക് സാധനങ്ങൾ വിൽക്കാം എന്നുള്ള വ്യാമോഹം മാറ്റിവെക്കാനും തയ്യാറായിക്കൊള്ളൂ. നിങ്ങൾക്ക് അമേരിക്കയെ അല്ലാതെ വേറെ ഏതെങ്കിലും ഊമ്പനെ കണ്ടെത്തേണ്ടി വരും. ബ്രിക്സ് രാജ്യങ്ങൾക്ക് അമേരിക്കൻ ഡോളർ അല്ലാതെ മറ്റൊന്നും അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് ശ്രമിക്കുന്ന ഏതൊരു രാജ്യവും അമേരിക്കൻ മാർക്കറ്റിനോട് ഗുഡ് ബൈ പറയാൻ തയ്യാറായിക്കൊള്ളൂ. ഇതിനെക്കുറിച്ച് ജാസ് ഒബ്രോയ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് മോദിക്കുള്ള വലിയ മുന്നറിയിപ്പാണ്. ഇന്ത്യ എപ്പോഴും യുഎസിന്റെ കൂട്ടാളിയാണെന്ന് കാണിക്കുമ്പോൾ തന്നെ റഷ്യയും ഇറാനും മറ്റുള്ളവരുമായുള്ള അടുത്ത ബന്ധം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സൂക്ഷ്മ രേഖയിലൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ട്രംപ് ഇത്തരം 2 വള്ളത്തിൽ കാലുവെച്ചുള്ള പരിപാടി സഹിക്കുകയില്ല. രാജ്ഭാദുരി ഏവിയേറ്റർ എന്ന യൂസർ കുറിച്ച രസകരമായ ട്വീറ്റ് ഇങ്ങനെയാണ്: ഡോലുണ്ട് അദ്ദേഹത്തിന്റെ ഡിയർ ഫ്രാൻഡ് ഗോപിജിയെ ഭീഷണിപ്പെടുത്തുകയാണോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മുൻപും പിൻപും നോക്കാതെ എടുത്തിയാടുന്ന ട്രംപ് ഇത് വെറുതെ പറയുന്നതല്ല. വിഷുവിന് മോദിക്ക് മൈ ഫ്രണ്ട് ഡോളണ്ടിന്റെ മുന്നിൽ മുട്ടുമടക്കാതെ യാതൊരു രക്ഷയുമില്ല. അമേരിക്കയുമായുള്ള വ്യാപാരം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ വിശ്വഗുരുവിന്റെ സ്വന്തം ഗുരു മൊദാനിക്ക് അമേരിക്കയിലേക്ക് ഒരു വിമാന ടിക്കറ്റ് പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഭൂലോക ബ്രോഡ് മൊദാനി അമേരിക്കയിൽ കാലുകുത്തിയാൽ ആ നിമിഷം ജയിലിലാവും. ഏതായാലും GDP വളർച്ച കുത്തനെ ഇടിഞ്ഞ, തൊഴിലില്ലായ്മ അതിരൂക്ഷമായ, അസഹനീയമായ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന നോൺ ബയോളജിക്കൽ രാജ്യത്തിന് വീണ്ടും വലിയ തിരിച്ചടിയാണ് മൈ ഫ്രണ്ടിന്റെ ഈ മുട്ടൻ പണി. അതുപോലെ ട്രംപിന് പൂജ ചെയ്ത അന്ധഭക്തരുടെ വായിൽ പഴം തിരികിയിരിക്കുകയാണ് മൈ ഫ്രണ്ട് ചെയ്തിരിക്കുന്നത്.